കഴിഞ്ഞ ദിവസം രാത്രി 8:30 വണ്ടൂർ കാരക്കാപ്പറമ്പിൽ വീടിന്റെ സിറ്റൌട്ടിൽ ഇരുന്ന് പഠിക്കുകയായിരുന്ന കുട്ടിയാണ് ആദ്യം പുലിയെ കണ്ടതായി പറയുന്നത്. പിന്നീട് നാട്ടുകാരിൽ ചിലരും പുലിയെ കണ്ടെന്ന് സ്ഥിരീകരിച്ചതോടെ വനം വകുപ്പിനെ വിവരം അറിയിച്ചു. തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കാരക്കാപ്പറമ്പ് പ്രദേശത്ത് പരിശോധന നടത്തി. ഇത് 4ാം തവണയാണ് വണ്ടൂർ ഭാഗത്ത് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തുന്നത്. നേരത്തെ പൂത്രക്കോവിൽ പ്രദേശത്തും പുലിയെ കണ്ടതായി പറഞ്ഞിരുന്നു. തുടർന്ന് ഇവിടങ്ങളിൽ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പുലിഭീതിയെ തുടർന്ന് ജോലിക്ക് പോലും പോകാനാകാതെ ടാപ്പിംഗ് തൊഴിലാളികൾ വീട്ടിലിരിക്കും. വണ്ടൂർ വാണിയമ്പലം പൂത്രക്കോവിൽ ഭാഗത്താണ് മുൻപ് പുലിയെ കണ്ടത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 3 മണിയോടെ ആശുപത്രിയിലേക്ക് പോകാനിറങ്ങിയ മനക്കൽപ്പടിയിലെ വീട്ടമ്മയാണ് റോഡ് മുറിച്ച് നടന്നു പോകുന്ന പുലിയെ കണ്ടത്. വിവരം പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിക്കുകയും പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ വനം വകുപ്പിനെ അറിയിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഇവിടെ 2 ഇടങ്ങളിൽ ക്യാമറ സ്ഥാപിച്ചത്. തൊട്ടടുത്ത നെല്ലിക്കുന്ന് പുള്ളിപ്പാടം ഭാഗത്തും 2 ദിവസം മുൻപ് പുലിയെ കണ്ടതായി നാട്ടുകാർ സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇവിടെ പുലിയുടെ കാൽപ്പാടുകളും ഒരു തെരുവ് നായയെ കടിച്ചുകൊന്നതിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തി. ഇതിനു പുറമെയാണ് കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടെ വീണ്ടും പൂത്രക്കോവിലിൽ പുലിയെ കണ്ടത്. റബ്ബർ തോട്ടങ്ങളിലൂടെ നടന്നു പോകുന്ന പുലിയെ സമീപവാസികൾ കണ്ടെത്തി. പുലിയെ കണ്ടതായി പറയുന്ന ഭൂരിഭാഗം പ്രദേശങ്ങളും സ്വകാര്യ വ്യക്തികളുടെ റബ്ബർ തോട്ടങ്ങളാണ്. ഇവിടെ വൻതോതിൽ കുറ്റിക്കാടുകൾ വളർന്നിട്ടുണ്ട്. ഇവ വെട്ടിക്കളയാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ഈ ചാനൽ ന്യൂസ് വണ്ടൂർ. നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ്, നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, വളാഞ്ചേരി, മലപ്പുറം. ഫോൺ നമ്പർ 0494208410, 7034071111.